നമസ്കാരം, ഞാൻ റിയാസ്. ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് GIS കുറിച്ചിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ നൽകാനാണ്. എന്താണ് GIS? ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അടങ്ങുന്ന ഒരു സിസ്റ്റമാണ് GIS എന്ന് പറയുന്നത്. GISൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഗൂഗിൾ മാപ്പ് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ യാത്ര പോകുമ്പോൾ മറ്റുള്ള ലൊക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി എല്ലാം ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എവിടേക്കാണ് പോകേണ്ടത്, ആ പോകേണ്ട സ്ഥലം നമ്മൾ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിന് റൂട്ട് മാപ്പ് കാണിച്ചു തരുന്നു. ഇതൊരു ഇൻഫർമേഷനാണ്. ഈ ജിയോഗ്രാഫിക് ഇൻഫർമേഷനാണ് സിസ്റ്റം. അതിനൊരു സിസ്റ്റമാക്കി വെച്ചിരിക്കുന്നതാണ് ഈ ഗൂഗിൾ മാപ്പ് എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് എല്ലാ മേഖലകളിലും ഈ ഒരു ജിയോ റെഫറൻസ് വെച്ചിട്ടുള്ള ഇൻഫർമേഷൻസാണ് GIS എന്ന് പറയുന്നത്. അത് നമുക്ക് എൻവയോൺമെൻറ്റ് സയൻസിൽ, ഫോറസ്ട്രിയിൽ, ജിയോഗ്രഫിയിൽ, എല്ലാ ഹോസ്പിറ്റാലിറ്റി, സിവിൽ ഇൻഡസ്ട്രി തുടങ്ങി എല്ലാ മേഖലകളിലും ഇപ്പോൾ GIS ഉപയോഗിച്ച് തുടങ്ങി. ലൊക്കേഷൻ ബേസ് ഡാറ്റ കളക്ഷൻ, ലൊക്കേഷൻ ബേസ് ഡാറ്റ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു സിസ്റ്റം. ഈ ഒരു മേഖല, GIS എന്നുള്ള മേഖല ഇപ്പോൾ നമുക്ക് നോർമലി എല്ലാ മേഖലകളിലും ഇപ്പോൾ ഒരു സ്റ്റോറാണെങ്കിൽ പോലും ഒരു കുറേ നമ്മൾ വേൾഡ് വൈഡ് അതല്ലെങ്കിൽ നാഷണലൈസ്ഡ് കുറേ സ്റ്റോറുകളുണ്ട്. ഈ സ്റ്റോറുകളിൽ ഏതൊക്കെ പ്രോഡക്റ്റുകൾ ഇരിക്കുന്നുണ്ട് എന്നുള്ള ലൊക്കേഷൻ ബേസ് നമുക്ക് ഡാറ്റ ബേസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി അടക്കം ഇപ്പോൾ GIS യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു ഏറ്റവും വാസ്റ്റായിട്ടുള്ളൊരു മേഖലയാണ് GIS എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ സിസ്റ്റമോ അല്ല. ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ ആയതുകൊണ്ട് ഭൂമിയിലെ എല്ലാ ലൊക്കേഷൻ ബേസും നമുക്ക് എടുക്കാൻ പറ്റുന്നത് കൊണ്ടും ഏത് മേഖലയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് GIS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മേഖല ഏതാണോ ആ മേഖലയിൽ ചൂസ് ചെയ്തുകൊണ്ട് GISനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ GIS എന്നുള്ളതൊരു ടൂളാണ്. ഈ ടൂൾ അടങ്ങുന്ന ഒരു സോഫ്റ്റ്വെയർസ് വേൾഡ് വൈഡ് കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിലേറ്റവും കൂടുതൽ അറിയപ്പെടുന്ന സോഫ്റ്റ്വെയർ SRയുടെ arcgis ആണ്. അതുപോലെ തന്നെ Qgis ഉണ്ട്. arcgis എല്ലാം പെയ്ഡാണ്. Qgis ഓപ്പൺ സോഫ്റ്റ്വെയർ ആണ്. ഏവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്ലാറ്റ്ഫോമാണത്. ഇതാണ് GISനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ്. ഇനി സിവിൽ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ GIS എങ്ങനെ വർക്കൗട്ട് ആവുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.